ലാൽ മാക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് CBSE സ്റ്റുഡൻസിന്റെ ബോർഡ് എക്സാമായ 2023 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ചെയ്യുന്നത്. സെക്ഷൻ സി ആണ്. എയും ബിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. നിങ്ങൾക്കത് പരിശോധിച്ചാൽ ലഭിക്കുന്നതാണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നമുക്ക് വായിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. അപ്പോൾ നമുക്ക് 26ാമത്തെ എ സെക്ഷനിലെ ചോദ്യത്തിലോട്ട് കിടക്കാം. 26ാമത്തെ എ സെക്ഷനിലെ ചോദ്യം പറയുന്നത്, 2 ടാൻജന്റ് TP and TQ are drawn to a circle with the center O from an external point T. Prove that angle PTQ is equal to 2 into angle OPQ. ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഗർ അടിച്ചാൽ നമുക്ക് പറയാം എന്താണ് TP, എന്താണ് TQ. TPയും TQയും ടാൻജന്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം TP is equal to TQ. TP is equal to TQ എന്താണ്? ടാൻജന്റ് ആയതുകൊണ്ട് അവ തമ്മിൽ തുല്യമായിരിക്കും. അപ്പോൾ എന്താണ് ആംഗിൾ TPQ? എന്താണ് ആംഗിൾ TPQ നോക്കാം. ആംഗിൾ TPQ എന്താണ് പ്രത്യേകത? TPQ എന്താണ് ഇതിന്റെ പ്രത്യേകത? TQ എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ TPQ. ആംഗിൾ TPQ ഈ ആംഗിളും ഈ സൈഡ് PT തുല്യമായതാണ്. ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? TQP. ആംഗിൾ TQP ഇവ രണ്ടും തുല്യമായിരിക്കും. എന്താണ്? ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും തുല്യമായിരിക്കും. അത് നമ്മൾ പറയുന്നു ഇവിടെ ഒരു ആംഗിൾ PTQ എന്ന് പറയുന്നത് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നു. എന്താണ്? ആംഗിൾ PTQ. ശ്രദ്ധിച്ചോണം, ആംഗിൾ എല്ലാം ശ്രദ്ധിച്ചോണം. ആംഗിൾ PTQ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? തീറ്റ എന്ന് വിളിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? TPQ. ഈ ആംഗിളും തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 180 മൈനസ് തീറ്റ ബൈ 2 എന്ന് നമുക്ക് പറയാം. ഈ രണ്ടിന്റെ ആംഗിൾ തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ 180 മൈനസ് തീറ്റ ബൈ 2. അപ്പോൾ എന്ത് കിട്ടും നമുക്കവിടെ? 90 മൈനസ് തീറ്റ ബൈ 2. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അതിൽ ഒരു ആംഗിൾ തീറ്റ ആയിക്കഴിഞ്ഞാൽ ബാക്കി ആംഗിൾ തരും 180 മൈനസ് തീറ്റ ആയിരിക്കും. ഇത് രണ്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ഓരോ ആംഗിൾ എന്താണ്? 90 മൈനസ് തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഇനി എന്താ നമുക്കറിയാവുന്നത്? ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ നമുക്കറിയാം എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് എഴുതാം ആംഗിൾ OPT ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതാം. എന്താണ് OPT എന്ന് പറയുന്നത്? 90 ഡിഗ്രി. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 90 ഡിഗ്രി എന്ന് പറയാം. അപ്പം OPT 90 ഡിഗ്രിയാണ്. എന്താണ്? TPQ എത്രയാണ്? 90 മൈനസ് തീറ്റ ബൈ 2 അതാണ്. അപ്പം എന്താണ്? OPQ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. OPQ എത്രയായിരിക്കും? OPQ എന്ന് പറയുന്നത് ആംഗിൾ OPQ എന്ന് പറയുന്നത് ടോട്ടൽ 90 ആണ്. 90 മൈനസ് തീറ്റ ബൈ 2 കുറയ്ക്കണം. അപ്പം എത്ര കിട്ടും? 90 മൈനസ് തീറ്റ ബൈ 2. അപ്പോൾ ഈ പ്ലസ് 90 ഈ മൈനസ് 90 പഠിക്കും. ബാക്കി മൈനസും പ്ലസ് ആവും. നമുക്ക് എത്ര കിട്ടും? തീറ്റ ബൈ 2 എന്ന് കിട്ടും. തീറ്റ ബൈ 2 എന്ന് കിട്ടുമ്പോൾ എന്താണ്? ഏതാണ് ആംഗിൾ? ആംഗിൾ OPQ എന്ന് പറയുന്നത് തീറ്റ ബൈ 2 ആണ്. തീറ്റ ബൈ 2 എന്ന് വെച്ചാൽ ഇതിന്റെ ഹാഫ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ PTQ ആണ്. അപ്പം എന്താണ്? ആംഗിൾ PTQ ഡിവൈഡഡ് ബൈ 2 ആവും. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ PTQ എന്ന് പറയുന്നത് therefore ആംഗിൾ PTQ ഇസ് ഈക്വൽ ടു 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 2 ഇൻറ്റു ആംഗിൾ OPQ. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് അത് കിട്ടി. ഉത്തരം സോൾവ് ചെയ്ത രീതി മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത B സെക്ഷനിലോട്ട് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം വായിക്കാം. സെക്ഷൻ B. In the given figure, a circle is inscribed in a quadrilateral ABCD. In which angle B is equal to 90, if AD is equal to 70. If AD is equal to തന്നിരിക്കുന്ന കാര്യം നമുക്ക് അത് എഴുതി പോകാം. അപ്പോൾ എന്താണ്? AD is equal to 17
ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു 20, ds ഈസ് ഈക്വൽ ടു 3. ds ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ds എന്ന് പറഞ്ഞത് ഈ ലൈനാണ്. ds ആണോ dc ആണോ? ds എന്ത് ചെയ്യും? This is S. സോ ds എന്ന് പറയുന്നത് ഈ ലൈനാണ്. അപ്പൊ ds ആര് തുല്യമാണ്? dr തുല്യമാണ്. എന്നാൽ രണ്ടും ടാൻജന്റ് ലൈനാണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം ds ഈസ് ഈക്വൽ ടു dr. അപ്പൊ ds 3 ആണെങ്കിൽ dr എത്ര ആയിരിക്കും? dr 3 ആയിരിക്കും. dr ഈസ് ഈക്വൽ ടു 3. പിന്നെ തന്നിരിക്കുന്ന എ ഡി ഈസ് ഈക്വൽ ടു 17. എ മുതൽ ഡി വരെ 17 ആണ്. ഡി ആർ 3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ആർ എത്ര ആയിരിക്കും? എ ആർ ഈസ് ഈക്വൽ ടു 17 എ ഡി 17 മൈനസ് ഡി ആർ 3 എന്ന് പറയുന്നത് 14 മാറും. അപ്പൊ എ ആർ 14 ആണെങ്കിൽ എ ക്യൂ തുല്യമായിരിക്കുമല്ലോ. എ ആർ ഈസ് ഈക്വൽ ടു എ ക്യൂ. അപ്പൊ അതെത്ര കിട്ടും? 14 സെന്റിമീറ്റർ. 14 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേഡിയസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഡിയസ് ഓഫ് ദ സർക്കിളാണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ ക്യൂബിക്ക് തുല്യമായിരിക്കും. എന്തിനാണ്? ക്യൂബിക്ക് തുല്യമായിരിക്കും. അതെന്താണ്? ക്യൂബി പി ഒ ക്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. ഇതിന് 4 ആംഗിളും 90 ഡിഗ്രി വീതമാണ്. അപ്പം നമുക്ക് ക്യൂബിയുടെ നീളം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒ ആർ തുല്യമാണെന്ന് പറയാം. എന്തുകൊണ്ടാണ്? ബി പി ഒ ക്യൂ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. അപ്പൊ എന്താണ്? എ ബി തന്നിട്ടുണ്ടല്ലോ. നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു എത്രയാണ്? 20. നമുക്ക് എ ക്യൂ കിട്ടി. എ ക്യൂ എത്ര? എ ക്യൂ എത്രയാണ്? 14 കിട്ടി. എ ക്യൂ ഈസ് ഈക്വൽ ടു 14 നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ക്യൂ ബി എത്ര ആയിരിക്കും? ക്യൂ ബി ഈസ് ഈക്വൽ ടു എ ബി 20 ആണ്. 20 മൈനസ് എ ക്യൂ 14 ആണ്. 20 മൈനസ് 14 എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അത് ഒ പിക്ക് തുല്യമാണ്. ഈസ് ഈക്വൽ ടു ഒ പി. therefore റേഡിയസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 സെന്റിമീറ്റർ എന്ന് നമ്മൾ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോടൊപ്പം 27ാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് 2 into sin raised to 6 theta plus cos raised to 6 theta minus 3 into sin raised to 4 theta plus cos raised to 4 theta plus 1 is equal to 0 എന്ന് തെളിയിക്കണം. അപ്പൊ എന്താണ് ഇതിനകത്തൊക്കെ? ഇത് ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്? 2 into sin raised to 6 theta plus cos raised to 6 theta minus 3 into sin raised to 4 theta plus cos raised to 4 theta plus 1. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ വാല്യൂ എത്രയാണ് തെളിയിക്കണം? 0 ആണ് തെളിയിക്കണം. അപ്പൊ നമുക്കിത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 into sin raised to 6 theta നമുക്ക് എങ്ങനെ എഴുതാം? sin square theta the whole raised to 3, okay, plus cos 6 theta എങ്ങനെ എഴുതാം? cos square theta into whole raised to 3 minus 3 ബാക്കിയുള്ള അതുപോലെ എഴുതുക. 3 sin raised to 4 theta plus cos raised to 4 theta is plus 1. ഇനി എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന ഫോമിലാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഒരു സൈഡ് കിട്ടിയിരിക്കുന്നത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഈ എക്സ്പ്രഷനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? 2 into ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റയും ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയുമാണ്. അപ്പോൾ എ പ്ലസ് ബി എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എ സ്ക്വയർ തീറ്റ എന്താണ്? സൈൻ റേസ് ടു 4 തീറ്റ
സൈൻ റേസ് ടു 4 തീറ്റ മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ എന്താണ് കോസ് റേസ് ടു 4 തീറ്റ മൈനസ് 3. അപ്പം നമുക്ക് 3 അകത്ത് കൊടുക്കാം 3 സൈൻ റേസ് ടു 4 തീറ്റ മൈനസ് 3 കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് 1. അപ്പോൾ ഈ വാല്യൂ 1 ആയി മാറും. അപ്പോൾ ഈ 2 ഇതിനകത്തോട് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ റേസ് ടു 4 തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്താണ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസ് റേസ് ടു 4 തീറ്റ മൈനസ് 3 സൈൻ റേസ് ടു 4 തീറ്റ തീറ്റ ഉണ്ട് മൈനസ് 3 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1. അപ്പോൾ ഇവിടെ 2 സൈൻ റേസ് ടു 4 തീറ്റ ഇവിടെ മൈനസ് 3 സൈൻ റേസ് ടു 4 തീറ്റയും കൂട്ടുമ്പോൾ എത്രയും മൈനസ് സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് 2 കോസ് റേസ് ടു 4 തീറ്റയും മൈനസ് 3 കോസ് റേസ് ടു 4 തീറ്റയും കൂട്ടും കോസ് റേസ് ടു 4 തീറ്റ കിട്ടുമ്പോൾ എത്രയും മൈനസ് കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് 1. ഇനി എന്തുണ്ട് ഇവിടെ എന്തെല്ലാം എടുത്തുമല്ല ഇനി ഇതുണ്ട് മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പം മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ഇതിൽ നിന്നെല്ലാം മൈനസ് പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് പുറത്തെടുത്തല്ലോ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ തീറ്റ പ്ലസ് 1. അപ്പോൾ ഇതെന്താണ് നമുക്ക് കിട്ടുന്നത് സൈൻ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് ഇവിടെ എഴുതാം. എന്ത് കിട്ടും ഇവിടെ എഴുതാം. അപ്പം നമുക്ക് മൈനസ് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. ഇത് 1 ആണ്. മൈനസ് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമുക്ക് തെളിയിക്കേണ്ട ഇതാണ്. സ്പേസ് കുറവായതുകൊണ്ട് കുറച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കും. A room is in the form of a cylindrical surrounded by hemispherical dome. സിലിണ്ടറിന്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയറിക്കലാണ് വെച്ചിരിക്കുന്നത്. The base radius of the hemisphere is 1/2 of the height of the cylindrical part. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ് ബേസ് റേഡിയസ് എന്ന് പറയുമ്പോൾ R ഈസ് ഈക്വൽ ടു എന്താണ് ഹൈറ്റിൻ്റെ പകുതി ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിൻ്റെ ഹൈറ്റിൻ്റെ പകുതിയാണ്. ഇതാണ് കണ്ടീഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ എച്ച് എന്താണ് എച്ച് ഈസ് ഈക്വൽ ടു 2r ആണ്. എച്ച് ഈസ് ഈക്വൽ ടു 2r നമുക്ക് കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ റൂം. ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇഫ് ഇറ്റ് കണ്ടെയ്ൻ 1408/21 മീറ്റർ ക്യൂബ് ഓഫ് എയർ. അപ്പോൾ എയർ എന്ന് പറയുന്നത് വോളിയമാണ് അല്ലേ. വോളിയം ഓഫ് ദ റൂം എന്ന് പറയുമ്പോൾ സിലിണ്ടറിന്റെ വോളിയമായ πr² h പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയമായ 2/3 πr³ വോളിയം നമ്മൾ കൂട്ടുന്നതാണ് ഈ റൂമിന്റെ ആകെ വോളിയം. ദാറ്റ് മീൻസ് എയറിന്റെ വോളിയം. അപ്പൊ ഈ πr² ഹും πr³ ഉണ്ട്. ഇവിടെ h നമുക്ക് തന്നിട്ടുണ്ട് 2r എന്ന്. അപ്പൊ ഈ എച്ചിനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും πr² × 2r പ്ലസ് 2/3 πr³ π × r³. ഈ വോളിയത്തിന് തുല്യം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് 1408 ഡിവൈഡഡ് ബൈ 21 ഈസ് ഈക്വൽ ടു 1408 ഡിവൈഡഡ് ബൈ 21.
അപ്പം നമ്മൾ കൂട്ടുമ്പോൾ 3 ഇൻറ്റു ഇവിടെ 3 പൈ ആർ സ്ക്വയർ വരും. 3 പൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ സോറി എന്ത് കിട്ടും? 2 പൈ ആർ ക്യൂബ് 2 പൈ ആർ ക്യൂബ് പ്ലസ് 2/3 പൈ ആർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ 3 ഇൻറ്റു 2 6 പൈ ആർ ക്യൂബ് പ്ലസ് 2 8 പൈ ആർ ക്യൂബ് 8 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നതാണ് 1408 ഡിവൈഡഡ് ബൈ 21. ഈ 3ഉം 21 ഇവിടെ വെട്ടുമ്പോൾ 7 കിട്ടും. 8 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 176. അപ്പം നമുക്ക് എന്ത് കിട്ടും? പൈയുടെ വില നമുക്കറിയാം 22/7 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 176 ഡിവൈഡഡ് ബൈ 7. പൈ താഴെ വരുമ്പോഴത്തേക്ക് 22 താഴെ നിൽക്കും, 7 മുകളിൽ പോകും. അപ്പോൾ 7 7 കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 11 11 16, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. അപ്പോൾ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 8. ആർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ആയതുകൊണ്ട് ആർ ഇസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഹൈറ്റ്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2r. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2r. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ റൂം 4 സെൻറ്റിമീറ്റർ ആണ്. എന്തിൻ്റെ ഹൈറ്റ്? സിലിണ്ടറിൻ്റെ ഹൈറ്റ്. റൂമിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഓഫ് റൂം. ഹൈറ്റ് ഓഫ് റൂം എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഹൈറ്റ് പ്ലസ് റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരുന്നത് ഇങ്ങനെയാണ് പടം വരുന്നത്. ഈ ഹൈറ്റാണ് 4. ഇത് റേഡിയസ് ആണ്, സെൻറ്ററിൽ നിന്ന് റേഡിയസ് 2. അപ്പം കൂട്ടുമ്പോൾ 4 2 6 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 4 + 2 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ റൂം. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ചോദിക്കുകയാണെങ്കിൽ 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഓഫ് ദ റൂം ചോദിക്കുകയാണെങ്കിൽ 4 + 2 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ആൻ എംപ്റ്റി കോൺ ഓഫ് ദ റേഡിയസ് 3 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ എംപ്റ്റി കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. നമുക്കിവിടെ എഴുതാം റേഡിയസ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. ഐസ്ക്രീം ഫിൽഡ് ഇറ്റ് സോ ദ ലോവർ പാർട്ട് ഓഫ് ദ കോൺ വിച്ച് ഈസ് 1/6 ഓഫ് ദ വോളിയം. അപ്പം നമുക്ക് എന്താണ് വോളിയം എന്ന് വരച്ച് നോക്കാം, കോൺ വരച്ച് നോക്കാം. ഇതാണ് കോൺ, ഇതാണ് ഐസ്ക്രീമിൻ്റെ കോൺ. എന്താണ്? ഐസ്ക്രീം ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? 1/6 ഓഫ് ദ വോളിയം ഓഫ് ദ കോൺ ഈസ് അൺഫിൽഡ്. കോണിൻ്റെ 1/6 അൺഫിൽഡ്. ഇത്രയും ഭാഗം അൺഫിൽഡ് ആണ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ബാക്കി ഭാഗം മൊത്തം ഫിൽഡാണ്. ബട്ട് ഹെമിസ്ഫിയർ ഈസ് ഫോംഡ് ഇൻ ദ ടോപ്പ്. അപ്പോൾ ഈ കോണിൻ്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ ഫോം ചെയ്തിട്ട് ഐസ്ക്രീം ഫില്ല് ചെയ്തത് കൊണ്ട് ഫൈൻഡ് വോളിയം ഓഫ് ദ ഐസ്ക്രീം. വോളിയം ഓഫ് ദ ഐസ്ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് കോണിൻ്റെ 1/6 ഭാഗം ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട്? ഐസ്ക്രീം ഫിൽഡ്. ഒരു വസ്തുവിൻ്റെ 1/6 ഭാഗം ഫില്ല് ചെയ്തില്ലെങ്കിൽ അപ്പം ബാക്കി എത്ര ഭാഗം ഫില്ല് ചെയ്യും? 5/6 ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഐസ്ക്രീമിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ 5/6 ഓഫ് ദ വോളിയം ഓഫ് ദ കോൺ പ്ലസ് വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പം വോളിയം എത്രയാണ്? വോളിയം ഓഫ് ദ കോൺ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. എത്ര കിട്ടിയും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈയുടെ വില പൈ ആയിട്ടിട്ടേക്കാം. ആർ എത്രയാണ്? 3 ആണ്, 9 ആണ്. എച്ച് എത്രയാണ്? 12 ആണ്. അപ്പോൾ എത്ര കിട്ടി? 3 9 12 3 36 ആണ്. 36 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇതിൻ്റെ കോണിൻ്റെ വോളിയം. അതിൻ്റെ എത്ര ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട്? 5/6 അല്ലേ? 5/6 ഓഫ്
വോളിയം ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 5/6. ഇനി 36 ഇൻറ്റു 5/6. അപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. 30 പൈ കിട്ടി. 30 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്താണ്? ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഹെമിസ്ഫിയറിൻ്റെ വോളിയം? എന്താണ് ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത്? 2/3 പൈ ആർ ക്യൂബ്. 2/3 പൈ ആർ ക്യൂബ്. അത്ര കിട്ടും 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് ആണല്ലോ. 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3യും 3യും വെട്ടിപ്പോയി 3 9 2 18 പൈ. 18 പൈ. അപ്പോൾ ഐസ്ക്രീം ഇതും ഐസ്ക്രീമിൻ്റെ വോളിയമാണ്, ഇതും ഐസ്ക്രീമിൻ്റെ വോളിയമാണ്. ടോട്ടൽ ഐസ്ക്രീമിൻ്റെ വോളിയം, വോളിയം ഓഫ് ഐസ്ക്രീം ഈസ് ഈക്വൽ ടു 30 പൈ പ്ലസ് 18 പൈ സമയം എത്ര കിട്ടി? 48 പൈ. 48 പൈ ആണ്. 48 പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഐസ്ക്രീമിൻ്റെ വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു 48 പൈ നമുക്ക് തന്നിട്ടുണ്ടോ? പൈയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14. 3.14 അപ്പോൾ എത്ര കിട്ടി? ഇൻറ്റു 3.14 തന്നിട്ടുണ്ടെങ്കിൽ ഗുണിക്കുക എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പോൾ നമുക്ക് ഗുണിച്ച് കിട്ടുമ്പോൾ എത്ര കിട്ടി? 150.72 സെൻറ്റിമീറ്റർ. 29ാമത്തെ ചോദ്യം. ഇഫ് -5, 3 and 5, 3 are two vertices of a equilateral triangle, then find the coordinate of the third vertex. അപ്പോൾ ഒരു equilateral triangle തന്നിട്ടുണ്ട്. നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. എ ബി സി. ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -5, 3യും സിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5, 3യുമാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ബി സി നേരെ വന്നെന്ന് അറിയാലോ. y കോർഡിനേറ്റ് 2 വീക്കിലുണ്ട്. ലൈൻ നേരെ വന്നു. അപ്പം ഇതാണ് -5, ഇത് +5. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ XY ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ബി സിയുടെ നീളം, ലെങ്ത് ഓഫ് ബി സി എന്ന് പറയുന്നത് -5 മുതൽ +5 വരെ എക്സ് ആക്സിസ് നീളം എന്ന് വെച്ചാൽ എത്രയാണ്? 10 യൂണിറ്റ് ആണ്. അപ്പം നമുക്ക് ബി സിയുടെ നീളം +10 സെൻറ്റിമീറ്റർ എന്ന് പറയും. ബി സിയുടെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ ബിയും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും, എ സിയും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. എക്സിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് എ ബിയും തുല്യമായിരിക്കും, എ സിയും തുല്യമായിരിക്കും. അപ്പം നമുക്ക് പറയാം എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ. റൂട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ സ്ക്വയർ ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്? എക്സ് മൈനസ് വില ഈസ് ഈക്വൽ ടു എക്സ് +5 ദ ഹോൾ സ്ക്വയർ പ്ലസ് y -3 the whole square. y -3 the whole square is equal to എ ബിക്ക് തുല്യമായിരിക്കുമല്ലോ എ സി. അപ്പോൾ എന്താണ്? എക്സ് -5 the whole square പ്ലസ് y -3 the whole square. y -3 the whole square നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 25 പ്ലസ് 10x പ്ലസ് y സ്ക്വയർ പ്ലസ് 9 മൈനസ് 6y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ്, ഇവിടെ y സ്ക്വയർ അല്ലല്ലോ, 5 സ്ക്വയർ ആണ്. എക്സ് -5 എക്സ് സ്ക്വയർ പ്ലസ് 25 മൈനസ് 10x പ്ലസ് y സ്ക്വയർ പ്ലസ് 9 മൈനസ് 6y. അപ്പം -6y പ്ലസ് 9 y സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 25 കിട്ടിപ്പോയും മൈനസ് 10x ഇപ്പുറം കൊണ്ടുവരുമ്പോൾ 20x ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എന്താണ്? നമുക്ക് കിട്ടുന്നത് x ഈസ് ഈക്വൽ ടു 0 എന്ന വാല്യൂ കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? 5 - x എ സിയുടെ തുല്യം എത്രയാണ്? 5 - x the whole square പ്ലസ് 3 - y the whole square ഈസ് ഈക്വൽ എത്രയാണ്? നമുക്കറിയാം 10 ആണെന്ന്. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്. എക്സ് 0 എന്ന് കിട്ടിയപ്പം ഇവിടെ നിന്ന് ബാക്കി എന്തുകൊണ്ട്? 25 പ്ലസ് 3 - y the whole square ഈസ് ഈക്വൽ ടു 100. അപ്പോൾ 3 - y സ്ക്വയർ എത്രയാണ്? 3 - y the whole square ഈസ് ഈക്വൽ ടു 100 - 25 എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ എന്താണ്? 3 - y എന്ന് പറയുന്നത് √75
റൂട്ട് 75 ഈസ് ഈക്വൽ ടു 5 റൂട്ട് 3. റൂട്ട് 3യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1.7. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം 3 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1.7, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 5 ഇൻറ്റു 7 എത്ര കിട്ടും? 8.5. y ഈസ് ഈക്വൽ ടു 3 മൈനസ് 8.5 ഈസ് ഈക്വൽ ടു മൈനസ് 5.5. അപ്പോൾ എക്സ് വൈ എന്ന കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് വൈ എന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് 0 ആയിരിക്കും, വൈ മൈനസ് 5.5 ആയിരിക്കും. ഇതാണ് ഈ ചോദ്യത്തിലുള്ള കറക്റ്റായ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് റൂട്ട് 5 റൂട്ട് 2 റൂട്ട് 3 ഏതെങ്കിലും ചോദിക്കുന്നത് ശരിക്കും പഠിക്കും. അത് നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന കാര്യമുണ്ട്. റൂട്ട് 5 എന്നുള്ളത് ഇറാഷണൽ നമ്പർ ആണെന്നാണ് തെളിയിക്കേണ്ടത്. നമ്മളപ്പോൾ ആദ്യം പറയും റൂട്ട് 5 ഇറാഷണൽ അല്ല, റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ സങ്കല്പിക്കും. ലെറ്റ്, അപ്പോൾ നമുക്ക് എഴുതേണ്ടത് എന്താണ്? ലെറ്റ് റൂട്ട് 5 ഈസ് ആൻ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എഴുതാം റൂട്ട് 5 ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതാം. വേർ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് പി ആൻഡ് ക്യൂ ആർ കോപ്രൈം. എന്താണ് കോപ്രൈം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സംഖ്യകൾക്കും പൊതുവായ ഒരു കോമൺ ഫാക്ടർ ഇല്ലാത്ത സംഖ്യകളെ നമ്മൾ കോപ്രൈം എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ 5² എന്നുള്ള റൂട്ട് 5 എന്താവും? 5 ആവും. ക്യൂ എന്നുള്ളത് Q² ആവും, പി എന്നുള്ളത് P². അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5Q². 5Q² ഈസ് ഈക്വൽ ടു P². അപ്പോൾ എന്താണ് 5Q² ഈസ് P² എന്ന് പറയുമ്പം അതിനർത്ഥം എന്താണ്? P² ഈസ് ഡിവൈഡഡ് ബൈ P² ഈസ് ഡിവൈഡഡ് ബൈ 5. എന്തുകൊണ്ടാണ്? 5ന്റെ മൾട്ടിപ്പിൾസിന് തുല്യമാണ് P². therefore അതിൻ്റെ അർത്ഥം എന്താണ്? P ഈസ് ഡിവിസിബിൾ ബൈ 5. P ഈസ് ഡിവിസിബിൾ ബൈ 5. ഇപ്പോൾ പിക്ക് അതർ ദാൻ പി എന്നൊരു ഫാക്ടർ ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നത് എന്താണ്? P ഈസ് ഈക്വൽ ടു 5a എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾസായ ഏത് നമ്പറാണ്? വേർ എ ഈസ് സം ഇൻറ്റിജർ. ഏത് ഇൻറ്റിജറും ആയാലും കുഴപ്പമില്ല. എന്ന് വെച്ചാണ് 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് പി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതെന്ത് സംഭവിക്കും? 5Q² മൈനസ് P² എന്തായാലും മാറും? 5Q² ഈസ് ഈക്വൽ ടു 25a². അപ്പോൾ എന്താണ്? 5ഉം 25ഉം പെട്ടെന്ന് എത്ര കിട്ടും? 5 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടും Q² ഈസ് ഈക്വൽ ടു 5a². അതിൻ്റെ അർത്ഥം എന്താണ്? Q ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന ആൻസർ കിട്ടും. ഇതെന്താണ്? അപ്പം നമ്മളുടെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. ദിസ് ലീഡ്സ് ടു കോൺട്രഡിക്ഷൻ as P and Q are co-prime. എന്നുവെച്ചാൽ എന്താണ്? പിയും ക്യൂവും കോപ്രൈം അല്ല. അവർക്ക് 5ന്റെ ഒരു മൾട്ടിപ്പിൾ ഫാക്ടർ ഉണ്ട്, അതുകൊണ്ട് അവർ കോപ്രൈം അല്ല. അതുകൊണ്ട് നമ്മുടെ assumption is wrong ആണ്. therefore root 2 is an irrational number. എന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ എഴുതി പൂർത്തിയാക്കേണ്ട കാര്യമുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് സെക്ഷൻ സി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ സെക്ഷൻ സിയിൽ അവസാനത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ചോദ്യം. ജയ സ്കോർ 40 marks at test, getting 3 marks for each correct answer and losing 1 mark. അപ്പം എന്താണ്? നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറയുന്നില്ല അവർ.
for the correct answer had 4 marks being awarded for each correct answer and 2 marks were deducted for each incorrect answer, then Jaya gain would have scored 40 marks. How many questions were there in the test? അപ്പം ആ പരീക്ഷയ്ക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട്? ഒന്ന് കറക്റ്റ് ആൻസർ, ഒന്ന് റോങ് ആൻസർ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ലീനിയർ ഇക്വേഷൻ നോക്കാം. ലെറ്റ് number of correct answer is equal to x and the number of wrong answer is equal to y. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? 40 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്ക് കറക്റ്റ് ആൻസർ, അപ്പോൾ 3x. y മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നത് -y. അപ്പം നമുക്ക് എത്ര കിട്ടും? 40 എന്ന് മാർക്ക്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താണ്? 4 മാർക്ക് കറക്റ്റ് ആൻസർ കിട്ടി. 4 കറക്റ്റ് ആൻസർ കിട്ടി. 4x എത്ര? 2 പോയി, -2y. അപ്പോഴും നമുക്ക് മാർക്ക് എത്ര കിട്ടി? 40 മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ കറക്റ്റ് ആൻസർ എത്ര എണ്ണം കിട്ടി, റോങ് ആൻസർ എത്ര എണ്ണം കിട്ടി എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ -2y ഉണ്ട്, ഇവിടെ y ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 കൊണ്ട് ഗുണിച്ചാൽ 6x - 2y ഈസ് ഈക്വൽ ടു 80. 4x - 2y ഈസ് ഈക്വൽ ടു 40. അപ്പോൾ ഈ വൈയുടെ കോഎഫിഷ്യന്റ് തുല്യമായി. അപ്പോൾ രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് നമുക്ക് കുറയ്ക്കാം. കുറയ്ക്കുന്നതിന് ചിഹ്നം മാറ്റണം. അപ്പോൾ ഇത് വെട്ടിപ്പോയി. 6 - 4 എത്രയാണ്? 2x. 2x ഈസ് ഈക്വൽ ടു 40. അപ്പോൾ എക്സ് എത്ര കിട്ടി? 40/2 20 എന്ന് കിട്ടി. അപ്പോൾ കറക്റ്റ് ആൻസർ 20 ആണ്. ഇനി റോങ് ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര കിട്ടി? 4x. ഈ ഇക്വേഷൻ നമുക്ക് എടുക്കാം. 4x 4 × 20 80 -2y ഈസ് ഈക്വൽ ടു 40. അപ്പം 2y ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് 40 ഇപ്പുറം കൊണ്ടുവന്നാൽ 18 - 40 ഈസ് ഈക്വൽ ടു 20 ഈസ് ഈക്വൽ ടു 2y. y ഈസ് ഈക്വൽ ടു എഗെയിൻ നമുക്ക് കിട്ടി. സോറി, ഇത് 40. 18 - 40 ഈസ് ഈക്വൽ ടു 40. 2y ഈസ് ഈക്വൽ ടു 40. y ഈസ് ഈക്വൽ ടു 20. അപ്പം നമുക്ക് കറക്റ്റ് ആൻസറും റോങ് ആൻസറും 20 വീതം കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ്? 20 + 20 ഈസ് ഈക്വൽ ടു 40 ക്വസ്റ്റ്യൻസ് എന്ന ഉത്തരം നമുക്കിവിടെ കിട്ടുന്നു. അപ്പോൾ ഇന്ന് ഈ സെക്ഷൻ സി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അപേക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അടുത്ത സെക്ഷൻ ഡിയിലേക്ക് നമുക്ക് ഉടനെ അടുത്ത വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.